അസ്സലാമലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് കുവൈത്തീസിൻ്റെയൊക്കെ മെയിൻ ആയിട്ടുള്ളൊരു റൈസ് ഐറ്റമാണ് ചിക്കൻ മജ്ബൂസ്. ഇതിവിടെ എല്ലാ കുവൈത്തീസിൻ്റെ വീട്ടിലുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചിക്കൻ ഇതുപോലെ വലിയ പീസാക്കിയിട്ട് വേണം എടുക്കാൻ. തൊലിയുള്ള ചിക്കനാണ് ഒന്നുകൂടെ നല്ലത്. ഞങ്ങൾക്ക് തൊലിയുള്ള ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 5 ഏലക്ക, ഒരു 4-5 പട്ട, കുറച്ച് ഗ്രാമ്പു, ഒരു 5-6 കുരുമുളക്, ഇഞ്ചി നീളത്തിലരിഞ്ഞത്, വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, പിന്നെ ഒരു സവോള ഇതുപോലെ നീളത്തിലരിഞ്ഞത്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് കുങ്കുമപ്പൂവ്. അപ്പോൾ കുങ്കുമപ്പൂവ് നമുക്ക് കുറച്ചെടുത്ത് വെള്ളത്തിലിടണം. ഒത്തിരി ആയി അതിനൊരു മത്ത് വരും. അപ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ അളവിൽ കുങ്കുമപ്പൂവ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, വെള്ളത്തിൽ ഇടണം. നമ്മളിപ്പോൾ ചിക്കനൊക്കെ ഒരുപാട് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കുങ്കുമപ്പൂ വേണം. അപ്പോൾ എൻ്റെ ചിക്കൻ ആവശ്യമുള്ളത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. നമുക്കിതൊന്ന് വെള്ളത്തിലിട്ട് വെക്കാം. ഇത് കുതിർന്നോളും. നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ലാസ്റ്റിലോട്ടാണ് ഇത് ആവശ്യമുള്ളത്. ഇനി നമുക്ക് റൈസിൻ്റെ മുകളിൽ ഇടാനുള്ള സവോളയും അതുപോലെ തന്നെ മുന്തിരിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യണം. അതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവറും കൂടി ഒഴിക്കുക. ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഒരു സവോള നീളത്തിൽ അരിഞ്ഞത് ഇട്ടുകൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്യാം. അപ്പം സവോള നന്നായിട്ടൊരു ബ്രൗൺ കളർ ആവണ വരെ നമുക്ക് ഫ്രൈ ചെയ്ത് ഇതുപോലെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കണം. അതും കൂടെ ഒന്ന് വറുത്തെടുക്കണം. ഇനി നമ്മൾ ഈ ഓയിലാണ് നമ്മൾ എന്ത് ചെയ്യണത്, ചിക്കൻ വേവിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഓയിൽ ഒരല്പം ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് സൺഫ്ലവറും കൂടി ഒഴിച്ചു കൊടുത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഉള്ളി, ഗ്രാമ്പു, പട്ട ഇതെല്ലാം ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ പൊരിച്ച ഉള്ളീൻ്റെ എണ്ണയാണ് എടുത്തിരുന്നത്. പിന്നെ നമുക്കിതിലേക്ക് ചിക്കൻ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കണം. ഉള്ളി നന്നായിട്ട് വഴറ്റൊന്നും വേണ്ട. ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചിക്കൻ ഇതുപോലെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് പൊടികൾ ഇടുന്നത് വെച്ചാൽ മല്ലിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ഇട്ടുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ 1-2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് വെള്ളം ചേർക്കണം. വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ഗ്ലാസ് അരിയാണോ അത്ര ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഞാൻ 2 ഗ്ലാസ്സിന് 4 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് തിളയ്ക്കാൻ വെക്കാം. പിന്നെ നമ്മൾ ചിക്കന് ഈ മജ്ബൂസിൻ്റെ പ്രത്യേകത എന്നാൽ ചിക്കന് നന്നായിട്ട് കുക്കായി കിട്ടണം. അപ്പോൾ നമ്മളൊരു 45 മിനിറ്റ്സ് എങ്കിലും ചിക്കന് വേവിക്കണം. അപ്പം നല്ല തിളച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു ലോ ഫ്ലെയിം അല്ല മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് 45 മിനിറ്റ്സ് വേവിക്കാം. ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ചിക്കൻ ഇതുപോലെ ഒന്ന് വാർത്ത് മാറ്റാം. ഇനി നിങ്ങൾക്ക് ചിക്കൻ നല്ലോണം കുഴയണ ഇഷ്ടമല്ലെങ്കിൽ ചിക്കൻ കുക്കായതിന് ശേഷം, പക്ഷെ നന്നായിട്ട് ചിക്കൻ കുക്കാവുമ്പോഴാണ് ഇതിനൊരു ടേസ്റ്റ് വരത്തുള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ആ ചിക്കൻ നമ്മൾ കുക്ക് ചെയ്ത ആ വെള്ളം ഉണ്ടല്ലോ അത് നമുക്കിതുപോലെ ഒന്ന് വാർത്ത് മാറ്റി വെക്കണം. ഇതിൽ ഉപയോഗിച്ച ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും നമ്മൾ എടുക്കത്തില്ല. ആ വെള്ളം മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റ് ഇട്ടാനുള്ള ആ വെള്ളം മാത്രം എടുത്ത് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 5-6 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ഒരു സവോള ചെറുതായി അരിഞ്ഞതും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവോള ഒരു ബ്രൗൺ കളർ ആവണ വരെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ സവോള കുക്ക് ചെയ്യാൻ ഒരു അല്പം ഉപ്പും കൂടെ ഇട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമുക്കൊരു ബ്രൗൺ കളർ ആവണം, അതുവരെ വേണം നമ്മളിതൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ സവോളക്കൊക്കെ ഒരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ എടുത്ത് വെച്ച വെള്ളം ഉണ്ടല്ലോ അത് അളന്നൊഴിക്കണം. കാരണം നമുക്ക് ചിലപ്പോൾ വെള്ളം കൂടിയിട്ടുണ്ടാവും, ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവും, നമുക്കറിയില്ല എത്രയുണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് അളന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അളന്നിട്ട് ബാക്കി നമുക്ക് തികയാത്ത നമ്മൾ എന്ത് ചെയ്യണം, സാധാ വെള്ളം മിക്സ് ചെയ്ത് അതും കൂടെ ചേർത്ത് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളമെല്ലാം ഒഴിച്ച് ഉപ്പെല്ലാം നോക്കി, ഉപ്പും കൂടി നോക്കിയിട്ട് ഇപ്പോൾ നമ്മുടെ 4 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പും കൂടെ ഒന്ന് നോക്കണം, കാരണം നമുക്ക് റൈസ് വേവിക്കാനാണ്. ഉപ്പും കൂടെ നോക്കിയിട്ട് നമുക്കിത് അടച്ച് വെച്ചൊന്ന് തിളപ്പിക്കാം. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബസുമതി റൈസാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 5-10 മിനിറ്റ് കുതിർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി ഉപ്പെല്ലാം ഒന്ന് നോക്കി ഉപ്പ് വേണമെങ്കിൽ അതും ഇട്ടിട്ട് നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം. അപ്പം വെള്ളം അരിക്കൊപ്പമാവണ വരെ നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് വേവിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ലെവലാകുമ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് മീഡിയം ഫ്ലെയിമിലായിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കും. അപ്പോൾ റൈസ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് കിട്ടണം നമുക്ക്. പിന്നെ ഉടഞ്ഞു പോകുന്ന രീതിയിലല്ല, റൈസ് നമ്മൾ കടിക്കുമ്പോൾ അരിയുടെ ടേസ്റ്റ് മാറണ വരെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ചിക്കൻ ഫ്രൈ ചെയ്യാം. റൈസ് അവിടെ കുക്കാവട്ടെ. അപ്പം ചിക്കൻ ഫ്രൈ ചെയ്യുന്ന മുന്നേ ചിക്കൻ്റെ മുകളിൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സാഫ്രോൺ നമ്മൾ എന്ത് ചെയ്യണം, കുങ്കുമപ്പൂവിൻ്റെ വെള്ളം ഇതിൻ്റെ മുകളിലും സൈഡിലും എല്ലാ ഭാഗത്തുമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് തേച്ച് കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാനിലോട്ട് ഒരു അല്പം ഓയിൽ ഒഴിച്ചിട്ട് ഇതൊന്ന് ചുറ്റിച്ചതിന് ശേഷം നമ്മൾ അവിടെ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കന് ഓരോന്നായിട്ട് നമുക്കിതിലേക്ക് വെച്ച് കൊടുത്ത് തിരിച്ചും മറിച്ചിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കണം. ഓൾറെഡി വെന്ത ചിക്കൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ഒന്നും അങ്ങോട്ട് ഇതാവണ്ട. ഇതിപ്പോൾ തൊലി ഇല്ലാത്ത ചിക്കൻ ആയതുകൊണ്ട് ഞാൻ ഇതൊരു 30 മിനിറ്റ്സ് വേണ്ടി, തൊലി ഉണ്ടെങ്കിൽ നമുക്കൊരു 45 മിനിറ്റ്സ് ഒക്കെ കുക്ക് ചെയ്താലും ഈ ഒരു രീതിയിലായിരിക്കും കിട്ടുക. അപ്പോൾ നമുക്ക് രണ്ട് ഭാഗവും നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൈസും ഇവിടെ ഏകദേശം കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. റൈസ് വെള്ളമെല്ലാം വറ്റി വേവെല്ലാം കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് വെക്കണം. നമുക്കൊന്ന് ദമ്മിടാൻ വേണ്ടിയിട്ടൊന്ന് വെക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം ഭാഗത്തും ആക്കി ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കുങ്കുമപ്പൂവിൻ്റെ വെള്ളം കുറേശ്ശെയായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ റൈസിൻ്റെ ഇടയിൽ ഇതിന് ഒരു റൈസിനായാലും ഈ ഒരു കുങ്കുമപ്പൂവിൻ്റെ ഫ്ലേവറിൻ്റെ ടേസ്റ്റ് വരും. ഇനി നമ്മുടെ ചിക്കന് നമുക്കിതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. അതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് അടച്ച് വെക്കാം. ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളി മുന്തിരി നമുക്കിതിൻ്റെ ഇടയിലോട്ടായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഇതുപോലെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കുക. തീ ഓഫാക്കി ചൂടെല്ലാം മാറിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത് സെർവ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ തക്കാളി ചട്നിയും അതുപോലെ തന്നെ മയണൈസുമാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക.